ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന പൂരിയില്ലേ, അതും ഇത് ഉപ്പാണ് കേട്ടോ. അതും അതേ ബാജിക്കറി, പിന്നെ നമുക്ക് പാട്ടെല്ലാം പാടി അതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ ഉപ്പിട്ടു, ഒരു സ്പൂണ് പഞ്ചസാര ഇടുന്നു. അത് വേറൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു സ്പൂണ് പഞ്ചസാര ഇടുന്നു. പിന്നെ പാൽ കേട്ടോ, ഞാൻ ഒരു അര ഗ്ലാസോരം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇത്ര പോലെ പാൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, കാണുന്നുണ്ടോ? കാണുന്നില്ല, ഉണ്ടാവും, കാണുന്നുണ്ടോ? കുറച്ചും കൂടെ. അപ്പോൾ പൂച്ച കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്കും കൂടെ കുറച്ച് പാല് തരുമോ എന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കുറച്ച് കൊടുക്കാം, അവരും കുടിക്കാം. കവർ ഭയങ്കര ആട്ട, നമ്മളെ റേഷൻ കടയിൽ നിന്ന് മേടിച്ച ആട്ടയാണ് കേട്ടോ. അത് ഇതിലേക്ക് കിട്ടുന്നു. പാല് കുറച്ച് കൂടിപ്പോയി ഇതില്. പിന്നെ നമുക്ക് രണ്ടുപേരല്ലേ ഇല്ലൂ, എന്നാലും കുറച്ച് കൂടുതലാക്കിയാൽ നമുക്ക് രാത്രിക്കും കൂടി ആയി. അപ്പോൾ പാലാഴി കടഞ്ഞെടുത്തോരഴകാണു, ആ പാട്ട് നമുക്ക് പാടിക്കൊണ്ട് ഇത് കുഴക്കാം. അപ്പോഴേക്കും ഇത് കുഴച്ചിട്ട് റെഡി. പാലാഴി കടഞ്ഞെടുത്തോരഴകാണു ഞാൻ, കാലിൽ കഞ്ചനച്ചിലമ്പണി കലയാണു ഞാൻ. പാലാഴി കടഞ്ഞെടുത്തോരഴകാണു ഞാൻ, അനങ്ങുമ്പോൾ കിളങ്ങുന്നു തെരഞ്ഞാണവും മെയ്യിൽ നനഞ്ഞ തൂമുകിൽ മൂടുമിളം നാണവും, വലംപിരി ശങ്കിനുള്ളിൽ ജലതീർത്ഥവും കേളി നയനത്തിൽ തുളുമ്പുന്ന മധുബിന്ദുവും. കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ ഇതാ ഉണ്ടോ, ഞാൻ ബോളാക്കി വെച്ചിട്ടുണ്ട്. എന്താ ആട്ട ബോളാക്കി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എന്താക്കാം, ബാജി ഉണ്ടാക്കാം. ബാജി കണ്ട, ഉള്ളി തക്കാളി, ഇത് കാണുന്നില്ല അല്ലേ? അതാ ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് എല്ലാം റെഡിയാക്കി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. അതോടൊപ്പം നമ്മളെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ഉണ്ടോ, ഉരുളക്കിഴങ്ങ് ആദ്യം പിന്നെ വേവിക്കണം കേട്ടോ, തൊലിയോടെ വേവിക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ തൊലിയോടെ വേവിച്ചിട്ട് രണ്ടാമത് അത് തൊലി കളഞ്ഞ് പൊട്ടിക്കണം കൈകൊണ്ട്. ഈ അതോടൊപ്പം ഒരു ഇച്ചിരി പിന്നെ ഇത് ഏത് ഉരുളക്കിഴങ്ങ് ആട്ടയിൽ ചേർത്ത് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. ബാജി ഉണ്ടാക്കുന്ന എങ്ങനെ നമുക്ക് നോക്കാം കേട്ടോ. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ബാജിയാണ് കേട്ടോ. ഞങ്ങൾ ഹോട്ടലിൽ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതറിയാം, അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഹോട്ടലിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നു. വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. പോട്ടെ അല്ലേ? അപ്പോൾ ഇതൊരു സ്റ്റൈലിന് കിട്ടിയ, അത് വേറൊരു സ്റ്റൈൽ. അപ്പോൾ എണ്ണ വയ്ക്കാം. ഇതിൽ നമ്മൾ ഇഞ്ചി അന്നേരം ഇടില്ല കേട്ടോ. ഇതിൽ ഉഴുന്നിടണം. ഉഴുന്നിട്ടാൽ വേറൊരു ടേസ്റ്റ് കിട്ടും. പക്ഷെ ഉഴുന്ന് ഇവിടെ ഇല്ല. ഉഴുന്നില്ലാതുകൊണ്ട് നമ്മൾ ഉഴുന്നിടുന്നില്ല. നിങ്ങൾ വേണം ഉഴുന്നൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചോട്ടോ, അത് വേറൊരു ടേസ്റ്റ് കിട്ടും ഉഴുന്നും കൂടി ഇട്ടാൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടുക് ഇടുന്നു. കടുകിട്ടു. കടുക് ഞാൻ ആദ്യം ഇട്ടു, അത് കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി പൊട്ടിച്ചിട്ട് അതും കൂടി ഇടുന്നുണ്ട്. കടുകെ പൊട്ടിപ്പോ അല്ലേ? പൂച്ചാണെങ്കിൽ അവരെ ഹോബിയായിട്ട് ഇച്ചിരി കൂടെ എണ്ണ തരുമോന്ന് ചോദിക്കുന്നു പാത്രം. അപ്പോൾ അത് ഇച്ചിരി കൂടെ എണ്ണ വയ്ക്കാം അല്ലേ? കഥാനായികനെ കാണുന്നില്ല, അതാ കാണുന്നുണ്ട്. ഇങ്ങോട്ട് വാ. ഇവിടെ സൗകര്യം കുറവായതുകൊണ്ട് അവള് മാറിയുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ കുറച്ച് സമയം ഓഫാക്കി വെച്ചത്. അപ്പോൾ കടുക് വെട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉള്ളി ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി നമ്മൾ ലാസ്റ്റ്, കറിവേപ്പില അതൊക്കെ ഇട്ട് നല്ല വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുക്കുന്നതിനകത്ത് ഒന്ന് ഉള്ളു കാണിച്ചതാ ഞാൻ. എന്താ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്തിട്ട് അപ്പോഴേക്കും ഞാൻ വരാം കേട്ടോ. അതിനിടയ്ക്ക് ഒരു പാട്ട് അടുത്തതിൽ പാടാം കേട്ടോ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ,
പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. ഓഹോ ഓഹോ ലലലലാലാല. ആഹാ ആഹാ ലലലലാലാല. താമസമേന്തി വരുവ പ്രാണസഖി നിന്നെങ്ങിൽ. താമസമേന്തി വണയ വരുവാൻ. പാല് ഇതിലും പാല് തന്നെ കേട്ടോ. റാഗിയിലും പാല് തന്നെയാണ്. കുറച്ച് പാല് വയ്ക്കണം. വെച്ചാൽ നല്ല മഞ്ഞ കളറില്ലേ അതിങ്ങനെ കിട്ടും. പാല് ചേർത്താലാണ് ഇതിന് നല്ല ഭംഗി കിട്ടുക. അപ്പോൾ പാല് ചേർത്തു നല്ല അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ പാല് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നല്ല പച്ച വെള്ളം കുറച്ചും കൂടെ ചേർക്കാം. വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ഇഞ്ചി ഇടുന്നത്. ഇത്രയും വേണമെന്നില്ല. ഞാൻ നീളത്തിൽ മുറിഞ്ഞത് കണ്ടിച്ചത് വന്നിട്ടാ. ഇത് ഇഞ്ചി തന്നെയാണോ എന്നൊരു സംശയമുണ്ട്. കഴിച്ചോട്ടെ. ഇഞ്ചി തന്നെ. അത് വലിയ ഇഞ്ചിയാക്കിയതാ. ഇത്ര നീളമുണ്ട്. കൊത്തി കുഞ്ഞു കുഞ്ഞല്ലേ. ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. ഇടുന്നുണ്ടോ? ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ഒക്കെ തരുമോ? ടേസ്റ്റ് ആയിട്ടല്ലോ. വെള്ളം കുറച്ചും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം വേണം കുറച്ചാക്കാം. ഇത് എന്ത് പറ്റി പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് വേറൊരാൾ കൈ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അസ്വസ്ഥത. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ വേവാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ഇതാക്കുന്ന സമയത്ത് ഇവിടെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ പോയി ഓഫാക്കി. അങ്ങനെ ഉരുളക്കിഴങ്ങ് ശരിക്കും വെന്തില്ല. ഉരുളക്കിഴങ്ങ് ശരിക്കും വേകണം. എന്നിട്ട് ഇതിന്ന് വേവിക്കണം. അപ്പോൾ വേണ്ട നല്ല വാജിക്കറി ആകുന്നുണ്ട്. തക്കാളി എല്ലാം ഉണ്ട്. ഇതാ ഉണ്ടാ കാണുന്നുണ്ടോ? വേണ്ട ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നല്ല ശരിക്കും വെട്ടി തിളക്കണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഉപ്പുണ്ടാവണം. ഇവളെ കൊണ്ടുണ്ടാക്കുക. നമ്മളാ ഉപ്പ് കുറവ് കുറവാണെങ്കിൽ നമ്മൾ ഉപ്പിനെ എടുക്കും. നമ്മൾ എന്നിട്ട് എടാ മോനെ ഇച്ചിരി ഉപ്പ് ഇത്രയും വേണം അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെയാണ്. ബാജിക്കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാജിക്കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബാജി ആകുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ പൂരിയെ നമുക്ക് പരത്തി വെക്കാം. പൂരി പരത്തി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പൂരി പരത്തുന്ന. ഇത് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസാണ് കേട്ടോ. ഉരുട്ടുന്നത് ഈ സാധനം കൊണ്ടാണ്. ഇത് നമ്മുടെ വയറിങ്ങിൻ്റെ ഉപയോഗിക്കുന്ന പൈപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസും വയറിങ്ങിൻ്റെ പൈപ്പും അതാണ് കേട്ടോ. അത് ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് വരട്ടാം കേട്ടോ. അപ്പോൾ സമയം കൂടുതൽ നീട്ടുന്നില്ല. നമുക്ക് ബാജിക്കറി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. എണ്ണയിൽ പൂരിയാണ് മക്കളെ. നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. മോന്റെ കൂടെ മോന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ഒരാള് വന്നിട്ടുണ്ട്. മോൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പൊ നീ ഒന്നും ഇങ്ങോട്ട് വന്നോവേ. നേരെ വേണമെന്നില്ല. നീ ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. ജസ്റ്റ് ഒന്ന് കാണാം. എന്താ പറയാ, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്ക് ആരും ഇല്ലാന്ന് വിചാരം. എന്തിന്? അപ്പൊ ഇതാണ് നമ്മുടെ മോൻ. ഇവനാ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ കണ്ടില്ല. ഇതാ അത് പോരട്ടാ. ഇതാ ഞങ്ങളെ പുന്നാര ഇവരെ കാണിക്കാൻ വേണ്ടി കൊറേ ആയി ഞങ്ങള്. കൊറേ ആള് പറയും. ഇന്നലെ എല്ലാരും പറഞ്ഞു, പറഞ്ഞു നിർവാഹമില്ല. മോന് തന്നെ ആദ്യം പൂരി നമുക്ക് കൊടുക്കാം കേട്ടോ. വേണ്ട പൂരി നമ്മളെ നല്ല കളർ ഇങ്ങനെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല അവൻ വരുന്നുണ്ടെന്ന്. കളർ ഇങ്ങനെ കിട്ടും. പൊന്തി അത് അവൻ വന്ന ആ ഇതില് ആ ടെൻഷനായി. അവൻ പിന്നെ ഇന്ന് വന്നിട്ട് 2-3 ദിവസമായി. അത് കൂട്ടാന്റെ പിന്നെ പാല് കാച്ചലായിരുന്നു. അപ്പോ പാല് കാച്ചലിന്റെ ഒന്നിച്ച് എന്താ പറയണ്ടേ,
പോയിട്ട് ഇന്നിപ്പോ വന്നു മൂന്നാറാണ് കേട്ടോ. അപ്പോ നമ്മള് അവന് കൊടുക്കാം ആദ്യം അല്ലേ? ഏയ് ഇതാ അപ്പൊ കൂട്ടുകാരൻ കൂട്ടുകാരനെ ഇതാ വേണ്ട ഞാൻ പിന്നെ നല്ല ആവി വറക്കുന്ന വാജിയും പൂരി അപ്പൊ മോന് തന്നെ കൊടുക്കാം. ആവി വറക്കുന്ന വാജി അപ്പൊ അവൻ വന്നിട്ടാകുമ്പോ എല്ലാ ആരും അപ്പൊ അമ്മ മോന് കൊടുക്കുന്ന അരങ്ങാന്ന് നമ്മളിത് ചിത്രീകരിക്കാൻ പോകുന്നത്. അമ്മ മോന് വായിൽ വെച്ച് കൊടുക്കുന്നത് അതാണ് ചിത്രീകരിക്കാൻ പോകുന്നത്. അപ്പൊ അമ്മ മോനായിട്ട് നോക്കത് ഒരു കൊടുക്കുന്നത് ആരൊക്കെ അത് കാണാൻ വന്നു. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ അതാ അമ്മക്ക് മോനുമ്മ കൊടുക്കുന്നത്, അവക്ക് ഓനുമ്മ കൊടുക്കുന്നത്. അച്ഛനുമ്മായിരുന്നില്ല, അച്ഛനുമ്മായിരുന്നു ഇവിടെ ഭയങ്കര ഉമ്മ കൊടുക്കുന്നത് കളിയാണ്. എല്ലാരും പറഞ്ഞേക്കല മോനെ കൊഞ്ചി അല്ല കൊഞ്ചി ഞാൻ കൊഞ്ചിക്കാം. അപ്പൊ ഓക്കെ ഓക്കെ നമ്മള് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചോ കേട്ടോ.